അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 16 ഞായറാഴ്ച. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ സാമൂഹ്യ വിരുദ്ധരുമായി ബന്ധം സ്ഥാപിച്ചാൽ പോലീസുകാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സാമൂഹ്യ വിരുദ്ധരുമായി ബന്ധം പുലർത്തുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാൻ നടപടി വേണം. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ക്രൈം റിവ്യൂ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൾ സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാരം ഇന്ന്. കോന്നി സ്വദേശി സജു വർഗീസ്, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ എബ്രഹാം എന്നിവരുടെ സംസ്കാരം നാളെ നടക്കും. ദൌർഭാഗ്യകരമായ സംഭവമാണ് കുവൈത്തിലുണ്ടായ അപകടമെന്ന് തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ ഉടമയും NBTC മാനേജിംഗ് ഡയറക്ടറുമായ KG എബ്രഹാം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, എന്നാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് തങ്ങൾ ഒഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്നും മരിച്ചവർക്ക് 8 ലക്ഷം രൂപയും 4 വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുകയും നൽകുമെന്നും KG എബ്രഹാം ഉറപ്പു നൽകി. ചികിത്സയിൽ കഴിയുന്ന 40 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് പോയി കാണുമെന്നും അവർക്ക് എല്ലാ പിന്തുണയും കമ്പനി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അപകട സമയത്ത് വേണ്ട പോലെ ഇടപെട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ച കുവൈത്ത് ഇന്ത്യ സർക്കാരുകൾക്കും ഇന്ത്യൻ എംബസിക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. കുവൈത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടി തുടരെ പ്രസ്താവനകൾ നടത്തുന്നുവെന്ന് BJP നേതാവ് V മുരളീധരൻ. പ്രവാസികളോട് എന്തെങ്കിലും കൃതജ്ഞത ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി മുതലാളിമാരുമായി അത്താഴവിരുന്ന് കഴിക്കില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മരിച്ചവരുടെ സംസ്കാരത്തിൽ എത്തണമായിരുന്നുവെന്നും V മുരളീധരൻ പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണെന്നും എല്ലാം വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് ചെയ്തിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക കേരള സഭ പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി. പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പലസ്തീൻ എംബസി കൈമാറിയ പതാക സ്പീക്കർ AN ഷംസീർ ഏറ്റുവാങ്ങി. വിമാനക്കൂലി മുതൽ NRI കോട്ടയിലെ ചൂഷണം വരെ സമ്മേളനത്തിൽ ചർച്ചയായി. പ്രവാസി ക്ഷേമ പദ്ധതികൾ തങ്ങൾക്കും ലഭ്യമാക്കണമെന്ന് ഇതര സംസ്ഥാന മലയാളികളും ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ ഭാഗമായി ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശിയെ വിട്ടയച്ചു. 2 മാസം നീണ്ടുനിന്ന ആശങ്കകൾക്കൊടുവിൽ ശ്യാംനാഥ് തിരിച്ചെത്തുകയായിരുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന 18 ജീവനക്കാരെ ഇപ്പോഴും ഇറാൻ വിട്ടിട്ടില്ല. ഏപ്രിൽ 13 തടവിലാക്കപ്പെട്ട ശ്യാംനാഥിനെ ജൂൺ 12 തിരികെ വിട്ടത്. ബാക്കിയുള്ളവരുടെ മോചനം ഉടനെ ഉണ്ടാകട്ടെ എന്നാണ് തന്റെ ആഗ്രഹമെന്നും ശ്യാംനാഥ് പറഞ്ഞു. ആലപ്പുഴയിലെ CBC വാരിയേഴ്സ് സ്മൃതി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലെന്നും 12 മണിക്ക് അടുത്ത പരിപാടി ഉണ്ടായിരുന്നുവെന്നുമുള്ള വിശദീകരണവുമായി മുതിർന്ന CPM നേതാവ് G സുധാകരൻ. 10:45 അധ്യക്ഷനും വന്നില്ല, മന്ത്രിയും വന്നില്ല. അപ്പോൾ തന്നെ സെക്രട്ടറിയോട് കാര്യം പറഞ്ഞെന്നും G സുധാകരൻ വ്യക്തമാക്കി. മന്ത്രി സജി ചെറിയാൻ വന്നില്ലല്ലോ, അതെന്താണ് വാർത്തയാക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചു. പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്നും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസർമാർ തമ്മിൽ തല്ലി. സംഭവത്തിൽ സുധീഷ്, ബോസ്കോ എന്നിവർക്ക് സസ്പെൻഷൻ. പോലീസുകാർക്കെതിരെ ജില്ലാ പോലീസ് മേധാവിയാണ് നടപടിയെടുത്തത്. ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്നലെ ഉച്ചയ്ക്കാണ് പോലീസ് സ്റ്റേഷനിൽ ഉള്ളിൽ വെച്ച് 2 പോലീസുകാരും തമ്മിൽ സംഘർഷമുണ്ടായത്. ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്.
സംസ്ഥാനത്ത് പക്ഷിപ്പനി സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം തീരുമാനപ്രകാരമാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ചേർത്തലയിൽ താറാവുകളിലും തുടർന്ന് കാക്കകളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. ശക്തമായ ശരീരവേദന, പനി, ചുമ, ശ്വാസം മുട്ട് എന്നീ രോഗലക്ഷണങ്ങളോടെ എത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കും. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പരിശീലനം സിദ്ധിച്ച വൺ ഹെൽത്ത് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുകയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ് അർഹനായി. ഇംഗ്ലീഷ് ഭാഷയിൽ 20ഉം മലയാളത്തിൽ 50ലേറെയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് എഴുത്തുകാരൻ ശ്യാം കൃഷ്ണൻ ആർ അർഹനായി. അദ്ദേഹത്തിന്റെ മീശക്കള്ളൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് അവാർഡ്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ഉണ്ണി അമ്പയമ്പലത്തിന്റെ അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വ്യാജരേഖ ചമച്ച് ലക്ഷങ്ങൾ തട്ടി എന്ന ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK ഉമ്മു സൽമയുടെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. 2021 മെയ് മുതൽ 2022 മാർച്ച് വരെയുള്ള കാലയളവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ മിനിറ്റ്സും കരാറുകളും വ്യാജമായി ഉണ്ടാക്കി പണം തട്ടിയെടുത്തുവെന്നാണ് ആരോപണം. സെക്രട്ടറി അടക്കം 5 പേർക്കെതിരെയാണ് കേസ്. ഇതിലൂടെ ബ്ലോക്ക് പഞ്ചായത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേസ്. ശോഭാ സുരേന്ദ്രനെതിരെ അപകീർത്തി കേസ് നൽകി LDF കൺവീനർ EP ജയരാജൻ. കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ്. BJPയിലേക്ക് പോകാൻ ജയരാജൻ ദല്ലാൽ നന്ദകുമാർ മുഖേന ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിനെതിരെയാണ് നടപടി. വ്യാജ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്ന് EP പരാതിയിൽ പറയുന്നു. KC വേണുഗോപാലിന്റെ മദ്യം കഴിക്കുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന ഫോട്ടോയ്ക്ക് വിശദീകരണവുമായി കോൺഗ്രസ്. ഗ്ലാസിൽ കട്ടൻ ചായയുമായി നിൽക്കുന്ന ചിത്രമാണ് അദ്ദേഹം മദ്യം കഴിച്ചുവെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് വിശദീകരണം നൽകി. വ്യാജ പ്രചരണത്തിനെതിരെ കോൺഗ്രസ് ഹൈദരാബാദ് പോലീസിൽ പരാതി നൽകി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. കർണാടക സംസ്ഥാന സർക്കാർ ഇന്ധനവില കൂട്ടി. വിൽപ്പന നികുതിയാണ് വർദ്ധിപ്പിച്ചത്. പുതിയ നികുതി വർധന അനുസരിച്ച് പെട്രോളിന് 3 രൂപയും ഡീസലിന് 3 രൂപ 50 പൈസയും കൂടും. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ അബൂജ്മാൻ വനമേഖലയിൽ മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് 8 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും 2 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും വെടിവെയ്പ് തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. ഉത്തരാഖണ്ഡിലെ ഋഷികേശ് ബദ്രിനാഥ് ദേശീയപാതയിൽ ടെമ്പോ ട്രാവലർ അളകനന്ദ പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 14 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു. മോദി സർക്കാർ എപ്പോ വേണമെങ്കിലും താഴെ വീഴാമെന്നും കിച്ചടി മുന്നണിയെന്ന് ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ച മോദിയുടെ സർക്കാർ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ഭൂരിപക്ഷമില്ലാത്ത മോദി ഭയന്നാണ് ഭരിക്കുന്നതെന്നും ഖാർഗെ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് NCP നേതാവ് ശരത് പവാർ. മഹാരാഷ്ട്രയിൽ മോദി തെരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോയും നടത്തിയിടത്തെല്ലാം മഹാവികാസ് അഘാടി സഖ്യത്തിന് വിജയിക്കാനായതിനാലാണ് മോദിക്ക് ശരത് പവാർ നന്ദി പറഞ്ഞത്. മഹാവികാസ് അഘാടി നേതാക്കളായ ശരത് പവാർ, ഉദ്ധവ് താക്കറെ, പൃഥ്വിരാജ് ചവാൻ എന്നിവരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതൊന്നും ഈ സർക്കാരിന് നടപ്പാക്കാൻ കഴിയില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാട്ടിൽ ഒരു തവണ മാത്രം പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി ഒറ്റവരവിൽ മോദിയെ തകർത്തെന്നും അദ്ദേഹം പറഞ്ഞു. കോയമ്പത്തൂരിൽ DMK സഖ്യത്തിന്റെ വിജയാഘോഷ വേദിയിലാണ് MK സ്റ്റാലിന്റെ പ്രതികരണം. മണിപ്പൂർ ഇംഫാലിലെ സുരക്ഷാ മേഖലയിൽ വൻ തീപിടുത്തം. തീപിടുത്തത്തിന്റെ കാരണമെന്തെന്ന് വ്യക്തമായിട്ടില്ല. ലാംബു ലൈനിലെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളാണ് കത്തിയതെന്നാണ് പ്രാഥമിക വിവരം. മുഖ്യമന്ത്രിയുടെ വസതി, പോലീസ് ആസ്ഥാനം തുടങ്ങിയവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇതിന് സമീപമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മണിപ്പൂരിൽ സംഘർഷം തുടരുമ്പോഴാണ് ഇംഫാലിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 2020 ലോകകപ്പിൽ മഴ വീണ്ടും വില്ലനായി. ഇന്ത്യ കാനഡ മത്സരം മോശം കാലാവസ്ഥ മൂലം ടോസ് പോലും ഇടാതെ ഉപേക്ഷിച്ചു. കനത്ത മഴ മൂലം ഔട്ട്ഫീൽഡ് നനഞ്ഞു കുതിർന്നതാണ് മത്സരം ഉപേക്ഷിക്കാൻ കാരണമായത്. സൂപ്പർ 8-ൽ നേരത്തെ തന്നെ പ്രവേശിച്ച ഇന്ത്യയുടെ സൂപ്പർ 8-ലെ ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനുമായാണ്.
മഴ ദീർഘനേരം മത്സരത്തെ തടസ്സപ്പെടുത്തിയതോടെ 10 ഓവറാക്കി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ നമീബിയയെ 41 റൺസിനെ തകർത്ത് ഇംഗ്ലണ്ട്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 10 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 122 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നമീബിയയ്ക്ക് 3 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. യൂറോ കപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ഹംഗറിയെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ സ്പെയിനിന് ക്രൊയേഷ്യക്കെതിരെ മിന്നുന്ന തുടക്കം. ക്രൊയേഷ്യയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് സ്പെയിനിന്റെ തുടക്കം. മൂന്നാമത്തെ മത്സരത്തിന്റെ 23-ാം സെക്കൻഡിൽ വലകുലുക്കി ഞെട്ടിച്ച അൽബേനിയയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി ആദ്യ കടമ്പ മറികടന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.